കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച റാന്നി മണ്ഡലത്തിൽ CPIക്ക് ഒരു വോട്ട് പോലും ഇല്ല, പ്രവർത്തകരുമില്ല, ഒന്നുമില്ല, സംവിധാനവുമില്ല. പാലായിലൊരു സംവിധാനമില്ല, കാഞ്ഞിരപ്പള്ളിയിലൊരു സംവിധാനമില്ല. തോട്ടം മേഖല അത്യാവശ്യം CPI ഉണ്ട്. ATC എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ടെന്നേ ഉള്ളൂ, ട്രേഡ് യൂണിയൻ എന്നുള്ള രീതിയിലുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ CPIക്ക് കാര്യമായിട്ട് അവിടെ വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷിയൊന്നുമില്ല. റോഷിയുടെ മണ്ഡലത്തിലും ഇല്ല, വലിയ സ്വാധീനമൊന്നുമില്ല. അങ്ങനെയുള്ള പാർട്ടി പിന്നെ അവിടെ വോട്ട് കൊടുത്തിട്ടില്ല എന്ന് ആരോപിക്കുന്നത് ഇല്ലാത്ത കുറ്റവാരോപണങ്ങളെ പറയരുത്. അത് കൊടുക്കാൻ വോട്ടില്ല, അത് ഇല്ലാത്ത സാധനം ഇങ്ങനെ കൊടുക്കുന്നത്. 5 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് 5 രൂപ കൊടുക്കാൻ, കയ്യിലില്ലാത്ത ആളിങ്ങനെ വേറൊരാൾക്ക് സഹായിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം CPIക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോലും CPIക്ക് വലിയ സ്വാധീനമില്ല. ഇപ്പം നെടുമങ്ങാട് നിന്ന് GRL മത്സരിച്ച് വിജയിച്ചു മന്ത്രിയായെന്നൊക്കെ പറയുമ്പോഴും CPI എന്ന് പറയുന്ന സംഘടന അവിടെ ഒന്നും കാര്യമായിട്ടില്ല. CPIക്ക് 2 പോക്കറ്റുകളേ ഉള്ളൂ, ഒന്ന് തൃശ്ശൂരും ഒന്ന് കൊല്ലവുമാണ്. അപ്പോൾ പാലക്കാട് ജില്ലയ്ക്കകത്ത് K. ഇസ്മായിലൊക്കെ ഉൾപ്പെടെയുള്ളവരുണ്ടാക്കിയെടുത്തിട്ടുള്ള സംവിധാനമാണ് പാലക്കാട് ജില്ലയ്ക്കകത്തുള്ളത്. കാസർഗോഡ് അവർക്കൊക്കെ ഇപ്പോൾ പിന്നെ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന് കാഞ്ഞങ്ങാടാന്ന് തോന്നുന്നു അല്ലേ, അവിടെയും വലിയ CPIക്ക് വലിയ സ്കോപ്പൊന്നുള്ള സ്ഥലമല്ല.